ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം. അവൻ അവരോട് വന്നു കാണി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേദപുസ്തകത്തിൽ ഏറ്റവും മനോഹരം എന്ന് പറയാവുന്ന ഒരു വിശദീകരണമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു കർത്താവിനോടൊപ്പം രണ്ടുപേർ രാവാർക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. വേദപുസ്തകത്തിൽ മറ്റു ഒരിടത്തും ഇപ്രകാരം ഒരു വിവരണം ഇല്ല. ഈ ആഴ്ചത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്നാപനം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആളത്വത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും പ്രഖ്യാപനം, അഫർമേഷൻ ഓഫ് ഐഡന്റിറ്റി അഡ്മിഷൻ. ആ രണ്ടാമത്തെ ഭാഗത്തോട് ചേരുന്ന ഒരു ചിന്തയാണ്. സ്നാപയോഹന്നാനോട് ചേർന്ന് തന്റെ ശിഷ്യന്മാർ നിൽക്കുകയാണ്. ശിഷ്യന്മാരുമായി നിൽക്കുമ്പോൾ യേശു കർത്താവ് ആ വഴി കടന്നു. അപ്പോൾ സ്നാപകയോഹന്നാൻ അവരോട് പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ കൊണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് കാണുകയാണ്. ഈ ശിഷ്യന്മാരിൽ രണ്ടുപേർ തങ്ങളുടെ ഗുരുവായ ജോൺ ദി ബാപ്റ്റിസ്റ്റ് സ്നാപകയോഹന്നാനെ വിട്ട് യേശു കർത്താവിന്റെ പുറകെ പോവുകയാണ്. ഈ രണ്ടുപേർ തന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത് കണ്ട് യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവിടെ പറഞ്ഞു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. വാട്ട് ഡു യു വാണ്ട്? കുറെ നേരമായിട്ട് പുറകെ നടക്കുകയാണ്. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ പറയുന്നത് 36-ാം വാക്യം, ഗുരു, നീ എവിടെ പാർക്കുന്നു? വേർ ആർ യു സ്റ്റേയിങ്? നമ്മളോട് എവിടെയാണ് പാർക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് അഡ്രസ് പറയും. വാട്ട് ഈസ് യുവർ അഡ്രസ്? എന്താണ് നിന്റെ അഡ്രസ് എന്ന് ചോദിച്ചാൽ ഇന്നിടത്താണ്. നമ്മുടെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കുകയാണ്, നീ എവിടെ പാർക്കുന്നു? എന്താണ് നിന്റെ അഡ്രസ്? കർത്താവ് ആ ഡയറക്റ്റ് ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആൻസർ പറയുന്നില്ല. കർത്താവ് പറയുന്നു, വന്ന് കാൺമീൻ. 39-ാമത്തെ വാക്യം, യു ജസ്റ്റ് കം ആൻഡ് സീ, യു ജസ്റ്റ് കം ആൻഡ് എക്സ്പീരിയൻസ്. അങ്ങനെ ഈ രണ്ടുപേർ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക. അതാണ് നമ്മൾ വായിച്ചത് 39-ാം വാക്യം. അവിടെ പറയുന്നത് അവർ കണ്ട് അവനോടൊപ്പം പാർക്കുന്ന അനുഭവം. യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യനോ തലചായ്പാൻ ഇടമില്ല. എന്നാൽ ഈ രണ്ട് ശിഷ്യന്മാർ അന്ന് അവനോടുകൂടെ പാർത്തു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. പ്രിയ ദൈവജനമേ, നമ്മൾ ഒരു പടി വെക്കുമ്പോൾ വാതിൽ തുറന്നു തരുന്നൊരു ദൈവമുണ്ട്. ഒരു കർത്താവിനെ അനുഗമിപ്പാൻ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെച്ചതേ ഉള്ളൂ. കർത്താവ് പറയാം, വന്ന് കാൺമീൻ. അതുകൊണ്ട് ഇന്നും നമുക്ക് തുറന്നു തരുന്ന ഒരു കർത്താവുണ്ട്. രണ്ടാമത്, കൂടെ പാർക്കുവാൻ ക്ഷണിക്കുന്നൊരു കർത്താവ്. കം ആൻഡ് സ്റ്റേ വിത്ത് മീ, കം ആൻഡ് സ്റ്റേ. കൂടെ പാർക്കുക, വന്ന് കാൺമീൻ. അന്ന് അവനോടുകൂടെ പാർത്തു എന്ന് പറയും. ശിഷ്യന്മാരെ സംബന്ധിച്ച് ഈ എക്സ്പീരിയൻസ് വിവരിക്കാവുന്നതിനപ്പുറമാണ്. അവൻ എവിടെ കിടന്നോ, ആ വീട് എങ്ങനെയായിരുന്നു, കട്ടിൽ എങ്ങനെയായിരുന്നു, ഒന്നുകൂടെ വിവരിക്കുന്നില്ല. പക്ഷേ താഴത്തെ വാക്യം പറയുന്നത് ആ എക്സ്പീരിയൻസ് അവിടെ പറയുക. ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശിവനെ കാണുമ്പോൾ തൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് പറയും. തൻ്റെ ആ എക്സ്പീരിയൻസ്, കർത്താവിനോടുകൂടെ പാർത്തത്, അവനെ കണ്ട ഉടനെ പറയുകയാണ്. ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 41-ാം വാക്യം, കണ്ടു എന്നല്ല, കാണും എന്നല്ല, കണ്ടെത്തിയിരിക്കുന്നു. ശിവനെ
നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നാളുകളായി പറഞ്ഞ ദി എക്സ്പെക്ടഡ് മെസ്സിയ, വി ഫൗണ്ട് ഹിം ഇൻഡീഡ്. ആ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു, അവനോടുകൂടെ പാർത്തു. ആ എക്സ്പീരിയൻസ് കാര്യമായി പറയാം. കർത്താവിനെ അനുഭവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. കർത്താവിനെ അറിയുക എന്ന് പറയുന്നത് അഫർമേഷൻ ഓഫ് ഐഡന്റിറ്റി. കർത്താവിനെ അനുഭവിച്ച, അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ 3 കാര്യമാണ്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ഐ മേ ഗെയിൻ ക്രൈസ്റ്റ്. രണ്ടാമത് പറയാം, അവനിൽ ഇരിക്കേണ്ടതിനും ബി ഫൗണ്ട് ഇൻ ഹിം. മൂന്നാമത്, അവനെ അനുഭവിച്ച് അറിയേണ്ടതിനും ഐ മേ നോ ഹിം എന്ന് പറയും. ക്രിസ്തുവിനെ നേടേണ്ടതിനും അവനിൽ ഇരിക്കേണ്ടതിനും അവനെ അനുഭവിച്ച് അറിയേണ്ടതിനും എന്ന് പറയാം. ഐ മേ ഗെയിൻ ക്രൈസ്റ്റ്. രണ്ടാമത് പറയാം, അവനിൽ ഇരിക്കേണ്ടതിനും ബി ഫൗണ്ട് ഇൻ ഹിം. മൂന്നാമത്, അവനെ അനുഭവിച്ച് അറിയേണ്ടതിനും ഐ മേ നോ ഹിം എന്ന് പറയും. ക്രിസ്തുവിനെ നേടേണ്ടതിനും അവനിൽ ഇരിക്കേണ്ടതിനും അവനെ അനുഭവിച്ച് അറിയേണ്ടതിനും എന്ന് പറയാം. മദർ തെരേസയ്ക്ക് നോബൽ പ്രൈസ് കിട്ടുന്ന അവസരത്തിൽ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിക്കാര് തന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ താൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. There are so many religions in this world, each one following their own ways. I follow Jesus. Jesus is my God. Jesus is my spouse. Jesus is my only love. Jesus is my everything. And Jesus is my all in all, because I am never afraid. ക്രിസ്തുവിനെ നേടുന്നവർ ധന്യരാണ്. ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് പറയുന്നത്, വിത്ത് ക്രൈസ്റ്റ് ഐ എം എ ഹീറോ, വിതൗട്ട് ക്രൈസ്റ്റ് ഐ എം എ സീറോ. പ്രിയ ദൈവജനമേ, ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കുമാറാണ്. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ വചനത്തിൽ നിന്നും ആഴമേറിയ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് ഓർമ്മ. കർത്താവേ, ക്രിസ്തുവിനെ അനുഗമിക്കാൻ, അവനോടൊത്ത് പാർക്കുവാൻ, അവനെ അനുഭവിച്ചറിയുവാൻ, ആ സന്തോഷ വാർത്ത, ആ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണം. വചനം കേൾക്കുന്ന എല്ലാവരും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കിട്ടുക സ്തോത്രം. മാനമഹത്വം കൊടുത്താണ് വശീയം മൂലം കൃപയോടെ കേൾക്കണമേ. ആമേൻ.